നമസ്കാരം, എല്ലാവർക്കും ജെസ്സിസ് കിച്ചണിലേക്ക് സ്വാഗതം. അരിപ്പൊടി കൊണ്ട് നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, നല്ല സോഫ്റ്റ് ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അരി വറുക്കാത്തതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു അര ഗ്ലാസ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ മൈദപ്പൊടി ചേർക്കുമ്പോൾ നമ്മുടെ നെയ്യപ്പം നല്ല സോഫ്റ്റ് ആവും കേട്ടോ. ഒരു 1/4 ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട്. ഒരു 2.5 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഒരു അര ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ എള്ള എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ എള്ളൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഞാനൊരു 5 ഏലക്ക കുറച്ച് പഞ്ചസാരയും കൂടി കൂട്ടി പൊടിച്ച് വെച്ചതാണിത്. ഒരു 1.5 ടേബിൾ സ്പൂണോളം തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞെടുത്ത തേങ്ങാക്കൊത്താണ് ഇത്. ഇതും ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇതൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ നെയ്യപ്പത്തിന് ടേസ്റ്റ് കൂടും കേട്ടോ. 1 ടീസ്പൂൺ നെയ്യ് ആവശ്യമുണ്ട്. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ആവശ്യമുണ്ട് കേട്ടോ. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ആവശ്യമുണ്ട്. ഇത്രയും സാധനങ്ങൾ കൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം വീട്ടിലുണ്ടാക്കാൻ പറ്റും കേട്ടോ. ഒരു പാനിൽ 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് നമുക്ക് ഈ ശർക്കര ആദ്യം ഒന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ. നമുക്കൊരു വലിയ ബൗളിലേക്ക് ഈ അരിപ്പൊടിയും മൈദയും റവയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ഉരുക്കിയ ശർക്കര ഉണ്ടല്ലോ, അത് ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. ശർക്കര അരിച്ചിട്ട് വേണം കേട്ടോ ഒഴിക്കാൻ, അടിയിൽ കരടുണ്ടാവും. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ മാവിന് കുറച്ച് കട്ടി കൂടുതലുണ്ടല്ലേ, ഇത് നമുക്ക് ചെറിയ ചൂടുവെള്ളം ചേർത്തിട്ട് ലൂസാക്കാം കേട്ടോ. നമ്മുടെ മാവിന് ഈ ഒരു കൺസിസ്റ്റൻസി മതി കേട്ടോ. മാവ് ഒരുപാട് ലൂസായി പോയാൽ നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ ഭയങ്കരമായിട്ട് എണ്ണ ഒടിക്കും കേട്ടോ. അതുപോലെ തന്നെ മാവിന് കട്ടി കൂടുതലാണെങ്കിൽ നമ്മുടെ നെയ്യപ്പത്തിന് സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല കേട്ടോ. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ജീരകവും എള്ളും ഏലക്ക പൊടിച്ചത്, അതുപോലെ തന്നെ നമ്മുടെ തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്ത് നെയ്യിലൊന്ന് വറുത്തിട്ടിടാം കേട്ടോ. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ബേക്കിംഗ് പൗഡർ ചേർത്താൽ പിന്നെ നമ്മൾ വളരെ സ്പീഡിലിട്ട് ഇളക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. നമുക്ക് ഈ മാവിൻ്റെ ഉപ്പും മധുരമൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ഇതിനിപ്പോൾ എല്ലാം പാകമുണ്ട്. അഥവാ നിങ്ങൾക്ക് മധുരം കുറവാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എണ്ണ പാകത്തിന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരു തുള്ളി മാവ് ഒഴിച്ചു കൊടുത്താൽ അത് അടിയിൽ ചെന്ന് വളരെ പതുക്കെ പൊന്തി വരുന്നൊരു പാകമാണ് കേട്ടോ നമ്മൾ ഈ നെയ്യപ്പത്തിൽ നോക്കേണ്ടത്. ഇതിൻ്റെ നടുവിലേക്ക് നമുക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, നെയ്യപ്പം നമ്മൾ തട്ടൊന്നും ചെയ്യണ്ട, അത് തന്നെ പൊന്തി വീർത്ത് വന്നോളും. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഇതിൻ്റെ മേലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം. നെയ്യപ്പം പൊന്തി വന്ന ഉടനെ ഒരിക്കലും നമ്മൾ മറിച്ചിടരുത് കേട്ടോ. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇനി നമ്മൾ തീ ഒന്ന് കുറച്ച് വയ്ക്കുക കേട്ടോ. തീ ലോ ഫ്ലെയിമിലേക്ക് വെക്കാം. ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ളിൽ വേവില്ല കേട്ടോ. നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതിങ്ങനെ നന്നായിട്ട് പൊന്തി വന്നിരിക്കുന്നത്. നമ്മുടെ മാവിൻ്റെ പാകം കറക്റ്റ് അല്ലെങ്കിൽ നടുവെല്ലാം കുഴിഞ്ഞിരിക്കും കേട്ടോ. ഇതുപോലെ തന്നെ ഞാൻ നല്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പാൽപ്പായസത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുക്കറിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന, അത് നിങ്ങൾ കാണാത്തവർ കണ്ടു നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തിരിച്ച് മറിച്ച് വിട്ട് നമുക്ക് ചെറിയ തീയിൽ വേണം നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാൻ. നമ്മുടെ നെയ്യപ്പം നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാം. രണ്ടാമത് നമ്മൾ മാവ് ഒഴിക്കുമ്പോൾ നമ്മൾ മാവ് ഒഴിക്കാൻ നേരം തീ കുറച്ച് കൂട്ടി വയ്ക്കുക. മാവ് ഒഴിച്ച് നെയ്യപ്പം പൊന്തി വന്ന ശേഷം നമുക്ക് തീ കുറച്ചാൽ മതി.
നെയ്യപ്പം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വയ്ക്കാം. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് മുഴുവൻ നെയ്യപ്പം ചുട്ടെടുക്കാം കേട്ടോ. ഈ ഒരു അളവിൽ നമുക്കൊരു 15 നെയ്യപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, അതേസമയം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പമാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. വീണ്ടും നല്ലൊരു വീഡിയോ കൊണ്ട് നമുക്ക് കാണാം. താങ്ക് യു.